കോൺഗ്രസിന്റെ കൊല്ലവിളി മുദ്രാവാക്യത്തിനെതിരെ തിരുവനന്തപുരത്ത് SFI പ്രതിഷേധം. സാന്ത്വന സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാന്ത്വന, ഇപ്പോൾ എന്താണ് സാഹചര്യം? പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ? അനീഷ, കണ്ണൂർ മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ധീരജനെ കുത്തിയ കത്തി അത് കടലിൽ കളഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള മുദ്രാവാക്യമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അപ്പോൾ ആ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യത്തിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. SFIയുടെയും DYFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് SFIയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അത് GPO ഓഫീസിന്റെ മുൻപിലുള്ള കോൺഗ്രസിന്റെ ഒരു കൊടിമരമാണ്. ആ കൊടിമരമാണ് ഇപ്പോൾ പ്രവർത്തകർ പിഴുത് എടുത്തിരിക്കുന്നത്. പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും തന്നെ ആ കൊടിമരം അവിടുന്ന് അവർ പിഴുത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അവർ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. വീണ്ടും തിരിച്ച് GPO ഓഫീസിന്റെ ഭാഗത്തേക്ക് അവർ മാർച്ചായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിൽ പങ്കെടുത്ത കുറച്ച് SFI പ്രവർത്തകർ ചേർന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ കൊടിമരം ഇപ്പോൾ അവിടെ നിന്ന് പിഴുത് മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലൊക്കെ തന്നെ നടന്ന ഈ ഒരു മാർച്ചിൽ നമ്മൾ ഇതിന് സമാനമായ ദൃശ്യങ്ങൾ കണ്ടതാണ്. അന്ന് ഈ പോസ്റ്ററുകൾ അടക്കം, സുധാകരന്റെ അടക്കം വെച്ചിരുന്ന പോസ്റ്ററുകൾ പലതും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീറിക്കളഞ്ഞുകൊണ്ട് അവിടുത്തെ കൊടിമരം അടക്കം പിഴുതു മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കാണുന്നത്. മറ്റ് സംഘർഷാവസ്ഥ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. ഈ മാർച്ച് അല്പസമയത്തിനകം അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ, അത് വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് നടന്നിരിക്കുന്നത്. അനീഷ്. ശരി, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.